നമസ്കാരം, ഞാൻ ജയപ്രകാശ് ആർക്കമത്ത്. അംഗന വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ മധുര വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണിത്. മധുര വീഡിയോ ഫസ്റ്റ് പാർട്ട് കാണാനുള്ളവർക്ക് ഈ വീഡിയോ കണ്ടതിന് ശേഷം കാണാവുന്നതാണ്. ഞാനും എൻ്റെ അനിയനും കൂടി ഒരു ബൈക്ക് ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് മധുരയിലേക്ക് വന്നതാണ്. ഇവിടെ വന്നു ഒരു ദിവസം താമസിച്ചു. അടുത്ത ദിവസം രാവിലെ നമ്മൾ മീനാക്ഷി അമ്മൻ കോവിൽ എക്സ്പ്ലോർ ചെയ്യുകയും മീനാക്ഷി അമ്മയെ തൊഴുകയും ചെയ്തു. ഇനി മധുര ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്ത് കൂടി കൂടാമെന്ന് പറഞ്ഞു. മധുരയിൽ തന്നെ ഉള്ള കറുപ്പസ്വാമി. ഏതാണ്ട് ഒരു 11-11:30 നമ്മൾ കണ്ടുമുട്ടി. അവിടെ നിന്ന് നമ്മൾ നമ്മുടെ എക്സ്പ്ലോർ മധുര സീരീസ് തുടങ്ങി. ഇപ്പോൾ ടൗണിലൂടെ ഒന്ന് കറങ്ങി ഗാന്ധി മ്യൂസിയമാണ് ആദ്യം പോകുന്നത്. ഗാന്ധി മ്യൂസിയത്തിൽ പോയിട്ട് അവിടെ നിന്ന് പഴമുതിർ ചോല. അപ്പോൾ ഇതാണ് ഇന്നത്തെ പ്ലാൻ. പണ്ട് ഗാന്ധിജി മധുരയിൽ വന്നപ്പോൾ താമസിച്ചിരുന്ന മുറിയും അദ്ദേഹം ഉപയോഗിച്ചിരുന്ന വസ്തുക്കളും ഇവിടെ സൂക്ഷിച്ചതായിട്ട് കാണുന്നു. പണ്ട് നമ്മൾ അഹമ്മദാബാദ് ഗാന്ധി ആശ്രമത്തിൽ പോയപ്പോൾ കണ്ടതിൻ്റെ ഒരു ചെറിയൊരു വേർഷൻ. അതുകൊണ്ട് തന്നെ എനിക്ക് വലുതായിട്ടൊന്നും തോന്നിയില്ല. പക്ഷെ മറ്റുള്ളവർക്ക് ചിലപ്പോൾ നന്നായിട്ട് ഇഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ കുറച്ച് ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഒക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാവുന്നതാണ്. കാര്യം ഇരുന്ന് കഴിക്കാൻ, ഭക്ഷണം കഴിക്കാനും എല്ലാത്തിനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. ഇവിടെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഓപ്പൺ സ്റ്റേജാണ്. ഒരു സ്റ്റേജും ഇഷ്ടം പോലെ ആൾക്കാർക്ക് സ്വസ്ഥമായിട്ടിരുന്ന് കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സജ്ജീകരണവും. പണ്ട് നാടകങ്ങളും മറ്റും കളിച്ച സ്ഥലമായിരിക്കണം. റവല്യൂഷണറി നാടകങ്ങളും മറ്റും കളിച്ച് ആളുകളിലേക്ക് എത്തിക്കാനായിട്ട്, അവരുടെ സ്പിരിറ്റ് ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന സ്ഥലമായിരിക്കണം ഇത്. എൻ്റെ മനസ്സിൽ ഇപ്പോൾ കുറേ ആളുകൾ ഇവിടെ ഇരുന്ന് ഒരു നാടകം ആസ്വദിക്കുന്നതായും നാടകം കണ്ട് കയ്യടിച്ചും ആർത്തു വിളിച്ചും രസിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ആ ഒരു ചിത്രമാണ് എൻ്റെ മനസ്സിൽ ഇവിടെ നിൽക്കുമ്പോൾ തോന്നുന്നത്. ഗാന്ധി മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങി ഇനി അടുത്തത് പഴമുതിർ ചോല അഥവാ തിരുപ്പുറക്കുണ്ട്രം എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ടൗണിന് വെളിയിലായതുകൊണ്ട് അത്യാവശ്യം ഒരു അരമണിക്കൂറോളം ബൈക്ക് റൈഡ് ഉണ്ട്. ആ ബൈക്ക് റൈഡ് നല്ല ആസ്വദിച്ച് പോകാനാണ് നമ്മുടെ തീരുമാനം.
ഹിൽ സ്റ്റേഷനാണ്. അപ്പോൾ ഇവിടെ മൊത്തം 3 ക്ഷേത്രങ്ങളാണുള്ളത്. ഏറ്റവും താഴെ അഴകർകോവിൽ, ഏറ്റവും മുകളിൽ തിരുപ്പുറക്കുണ്ട്രം, നടുക്ക് പഴമുതിർച്ചോല. പഴമുതിർച്ചോല എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു അമ്പലമാണ്. സുബ്രഹ്മണ്യ സ്വാമിയുടെ 6 പടൈ വീടുകളിൽ ഒന്ന്. ഇവിടെ വെച്ചാണ് ഔവയ്യാർക്ക് ജ്ഞാനോപദേശം നൽകിയതും. പ്രശസ്തമായ കഥയൊന്ന് ഓർക്കാം. ബാലമുരുകൻ പണ്ട് ഇവിടെ വന്നപ്പോൾ ഒരു ഞാവൽപ്പഴത്തിൻ്റെ മരം കണ്ടു. അതിൽ നിറയെ ഞാവൽപ്പഴം തൂങ്ങി നിൽക്കുന്നതും കണ്ട് മുരുകൻ അവിടെ ഉണ്ടായിരുന്ന ഔവയ്യാറിനോട് ചോദിച്ചു, എനിക്ക് ഞാവൽപ്പഴം തരാമോ? ഔവയ്യാർ, ചുട്ടപ്പഴം വേണോ ചുടാത്ത പഴം വേണോ എന്നർത്ഥമുള്ള സുട്ടപ്പഴം വേണമാ സുടാത്ത പഴം വേണമാ എന്ന് ചോദിച്ചു. സുട്ടപ്പഴമാ, അത് എന്നത് എന്ന് ചോദിച്ച ബാലമുരുകനോട് ചോദിച്ചു, സുട്ടപ്പഴം എപ്പടി തിൻറേ എന്ന് പറഞ്ഞാൽ സുട്ടപ്പഴം എങ്ങനെയാണ് കഴിക്കുന്നത്? ഊതി ഊതിയല്ലേ. അതേപോലെ മണ്ണിൽ വീണത് എങ്ങനെയായിരിക്കും കഴിക്കുക? നമ്മൾ ഊതി ഊതിയായിരിക്കും കഴിക്കുന്നത്. അപ്പം മണ്ണിൽ വീണത് സുട്ടപ്പഴവും മണ്ണിൽ വീഴാത്തത് സുടാത്ത പഴവും എന്ന് മറുപടി പറഞ്ഞു. അകത്ത് വീഡിയോഗ്രാഫി പ്രൊഹിബിറ്റഡ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. നമ്മൾ വീഡിയോ എടുക്കുന്നില്ല, നമ്മൾ കയറി തൊഴുതിട്ട്. അത് കഴിഞ്ഞ് കുറച്ചും കൂടി മുകളിലേക്ക് പോകുമ്പോൾ ഇങ്ങനൊരു ക്ഷേത്രം കാണാം. ഇവിടെ കൂടുതലും കുളിക്കുന്ന ഒരിതാണ്, തീർത്ഥക്കുളമാണ് ഇവിടെ ഉള്ളത്. കാട്ടുപൂട്ട് ബൈസൺ. മണി 4 വിശന്ന് തുടങ്ങി കഴിയണം. സിനിമാ നടൻ സൂര്യയുടെ കടയിൽ നിന്ന് ബിരിയാണി കഴിക്കാൻ പോകുന്നത്. ടൊമാറ്റോ ഉണ്ട്, കോളിഫ്ലവർ ഉണ്ട്. ഒരു പ്രത്യേക ടേസ്റ്റാണ്. എൻ്റെ ഈ യാത്ര ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നില്ല. ഇനിയും ഒരുപാട് സ്ഥലത്തേക്ക് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നുണ്ട്. പക്ഷേ ഈ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ആ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. So it's me, Jay Prakash, signing off. Thank you.